ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വെള്ളരിക്കയും കൊഞ്ചും മുരിങ്ങയ്ക്കയും ഇട്ടിട്ട് ഒഴിച്ചുകൂട്ടാനാണ് വെക്കുന്നത്. തേങ്ങയൊക്കെ ചേർത്ത് അതിനകത്ത് കഴുകി വെച്ച് വെള്ളരിക്കയും മുരിങ്ങയ്ക്കയും ഒരു പച്ചമുളകും ഉപ്പും ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് നമ്മൾ വേവിക്കാൻ വെക്കുന്നു. ആ സമയത്ത് അരപ്പ് റെഡിയാക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇതിപ്പം 1.25 മുറി തേങ്ങയുണ്ട്. തേങ്ങയും ഒരു 8 ചുമന്നുള്ളിയും ഒരു പച്ചമുളകും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലതുപോലെ അരച്ചെടുത്തിട്ട് അവിടെ വെള്ളരിക്കയും മുരിങ്ങയ്ക്കയും വെന്തല്ലോ അതിനകത്തോട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൊഞ്ചിട്ട് കൊടുക്കുക. കൊഞ്ചിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളമാണ്. കൊഞ്ചും വെന്തതിന് ശേഷം നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ഈ അരപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കറി തിളപ്പിക്കുന്നില്ല. നമ്മൾ ഈ അരപ്പ് ഇങ്ങനെ ഇളക്കി കൊടുത്ത് വേവിച്ചെടുത്തതിന് ശേഷം കടുക് വറുത്തൊഴിക്കുകയാണ് അതിനകത്ത്. അപ്പം കൊഞ്ചേറി റെഡിയായി. ഇനി നമുക്ക് ചോറുണ്ണാം. ഇതിൽ നിന്ന് കുറച്ച് കൊഞ്ചെടുത്ത് ഒരു ചെറിയ റോസ്റ്റ് പോലെ വെച്ചിട്ടുണ്ട്. ആ റോസ്റ്റും കൂടി ചേർത്താണ് ഇന്ന് ചോറുണ്ണുന്നത്. അടിപൊളിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.